ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അതാണ് ഗൈസ്. നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലാണ്. ഞങ്ങൾ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു മടുത്തോട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങളതുകൊണ്ട് സ്വന്തം ഭക്ഷണം വെക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ നേരെ ക്യാമ്പിംഗ് സൈറ്റിൽ നിന്ന് പുറത്തിറങ്ങും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് ഗ്യാസും അതേപോലെ തന്നെ നമുക്ക് കറി വെക്കാൻ എന്താണ് പച്ചക്കറി അതും വാങ്ങി എന്താ ഇന്ന് വെക്കുന്നത് തീരുമാനം എടുക്കും. പോത്തുകറി ഒന്ന് വെക്കാം. പോത്ത് എവിടെ കിട്ടുന്നത് പുള്ളിക്കാരോട് സൂപ്പർ മാർക്കറ്റ് എല്ലാം കിട്ടുമോ? അടി കിട്ടുമോ? അടി കിട്ടൂല. ഞങ്ങൾ ഫൈനലി ആ സൂപ്പർ മാർക്കറ്റ് പോയി. ഞങ്ങൾ ഇന്ന് പോത്ത് കറിയും അതായത് ഇറച്ചിക്കറിയും നല്ല ഒന്നാന്തരം കുത്തരി, അതായത് കണ്ണൂർ മട്ട കുത്തരിയും ചോറുണ്ടാക്കി കഴിച്ച് ഇനി ഇവിടെ കിടക്കും കേട്ടോ. നാളെ ഞങ്ങൾ ഈ വണ്ടി ഒന്ന് കുറച്ച് പരിപാടിയുണ്ട്, അത് കാണിക്കണം. ലിറ്റിൽ പരിപാടി 23-ന് നമ്മുടെ വിസ വരും. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ കിടക്കണം കേട്ടോ. 23-നാണ്, 23-ന് വരും, 24-ന് പോകും, 25-ന് പോകുന്നൊക്കെയാണ് ഇവർ ഏജന്റുമാർ പറഞ്ഞത്. ഈ കാണുന്ന വഴി കൂടി കേട്ടോ ഞങ്ങൾ ക്യാമ്പ് സൈറ്റ്. വേറൊരു കാര്യമുണ്ട്, നേപ്പാളിൽ ആരെങ്കിലും പിന്നെ പാക്കേജ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ബൈക്ക് സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, റൂം എടുക്കുന്നതിലും ഭേദം ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൈക്കിനുള്ള സ്ഥലം, ടോയ്ലറ്റ്, വൈഫൈ എല്ലാ സാധനവും വിത്ത് ബൈക്കേഴ്സിനാണ് കിടക്കാൻ റൂം വരെ കിട്ടും കേട്ടോ. ഇവിടെ ഭയങ്കര ലാഭം. പിന്നെ ക്യാമറ വാനിനായിട്ട് വരുവാണ്, അതിലും ലാഭം അല്ലേ ഇവനെ. അതെ, $5 ഇതിൽ കൂടുതൽ സെറ്റപ്പ് കിട്ടാനില്ല അല്ലേ ക്യാമ്പർ സെറ്റപ്പ്. അത് ഭയങ്കര ഊട്ടിയാട്ടോ. ആദ്യം ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെയാണ് നമുക്ക് ഗ്യാസ് മേടിക്കുന്നത്. അതായത് മറ്റേ ഈ സ്പ്രേ കുപ്പി മേടിക്കുന്ന ഗ്യാസ്. നമ്മൾ അന്ന് പോയ സൂപ്പർ മാർക്കറ്റ് ആണോ? അങ്ങനെ സാധ്യത. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് വാങ്ങിക്കണം, അതായത് പച്ചക്കറി അതുപോലുള്ള സാധനങ്ങൾ. അത് മേടിച്ചിട്ട് വരുന്നു, ഭക്ഷണം വെക്കുന്നു. ഇന്നും നാളെയും കഴിക്കാനുള്ള രീതിയിലാട്ടോ ഞങ്ങൾ വെക്കുക. ഇത് സ്ഥിരം ഞങ്ങൾ പോകുന്ന ഈ കാണുന്ന റൂട്ടിൽ കൂടിയാണ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. വണ്ടി കേട്ടിട്ടുണ്ടോ? അറിയാമുണ്ട്, ഞാൻ എടുത്ത് വെച്ചു. ഫൈനലി ഞങ്ങളുടെ വണ്ടി ഈ കാണുന്ന ഇവിടെ കൊണ്ടുവന്നു. ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആട്ടോ. എന്റെ ചെരുപ്പിന്റെ അകത്ത് ബോൾക്കും കുടിക്കിട്ടുണ്ട്. നൈസായിട്ട് ആരും കാണാതെ ഉരച്ചു താട്ട് നോക്കണ്ട. ആണോ? എല്ലാരും നിന്നെ നോക്കുന്നുണ്ട്. മുമ്പിച്ച് കളഞ്ഞാട്ടോ. ഇവിടുന്ന് പച്ചക്കറിയും എല്ലാം കുടിക്കണോ? വേണ്ട, പച്ചക്കറി അതുപോലെ തന്നെ ഗ്യാസും സാധനങ്ങളൊക്കെ മേടിക്കട്ടോ. വണ്ടി ഈ കാണുന്ന ഇവിടെ ഉണ്ട്. ആദ്യം പോയി ഞാൻ സാധനമൊക്കെ മേടിച്ചിട്ട് കേട്ടോ. വലിയ സൂപ്പർ മാർക്കറ്റ് ആട്ടോ. പച്ചക്കറി മേടിക്കണം. ക്യാമ്പിംഗ് സൈറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരെ അതിനടാ ഇഷ്ടം പോലെ ഇങ്ങനത്തെ സാധനമല്ലോ. ഞങ്ങളിവിടെ ഒന്ന് മീനിന്റെ വില നോക്കിട്ടോ. മീനിന്റെ ഒക്കെ വില വളരെ കുറവാണ് നാട്ടിൽ. അതേ വില അല്ലേ. അതുപോലെ ചൂടയും അത്യാവശ്യം ചെമ്മീനും എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പുറം ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് ആദ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കും. ഇവിടെ പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വിലക്കുറവ് കേട്ടോടാ. 99 രൂപ ഉള്ളു ഇതിന്. റെഡ് ബുള്ളിന് എന്തിയെ പാമ്പാട ഫിഷ്. ഇതിന് വിലക്കുറവാട്ടോ. അല്ല, ഇതിനും വിലക്കുറവാ. എത്ര? 600 രൂപയ്ക്കുള്ളൂ. നല്ല സൂപ്പർ ഉള്ളി, സൂപ്പർ ഈ സാധനം. ഇതന്നെടാ ചീനിക്കിഴങ്ങ്. നമുക്ക് സവോളയും പച്ചമുളകും സാധനങ്ങളൊക്കെ കിട്ടിയാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് അതെ. ഇവിടെയായിരുന്നു നമ്മൾ സാധനം മേടിക്കാൻ പോയതേ. അവിടുന്ന് ഞങ്ങൾ 3rd ഫ്ലോറിൽ അവിടെ സാധനങ്ങൾ കിട്ടുകയെന്ന് കേട്ടോ പറഞ്ഞു. ഈ കുക്കിംഗ് എക്യുപ്മെൻറ്റ്സ് അവിടെ പോയി മേടിക്കാം. ഫൈനലി ഞങ്ങൾ ഇത് കിട്ടുന്ന ഇലക്ട്രിക്കൽ ഏരിയയിൽ എത്തിയിട്ട് ഭയങ്കര മൂത്രമണോ അല്ലേ. ഇവിടെ ഇലക്ട്രിക്കൽ സാധനം കിട്ടുന്ന എവിടെയാട്ടോ. ഇവിടെ ഈ സാധനം കിട്ടുള്ളൂ, അല്ല വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഫൈനലി തേടിയ വള്ളി കാലി ചുറ്റി കേട്ടോ. സാധനം കിട്ടി. ഇവിടെ ഭയങ്കര വിലക്കുറവാണോ? ഇവിടെയൊക്കെ നല്ല നല്ല ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. അതെ, പെട്ട ക്വാളിറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഓൾറെഡി ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്യാസ് ആണ് ഇനിയിപ്പോൾ നമുക്ക് വാങ്ങിക്കേണ്ടത് കേട്ടോ. ചോദിച്ചാടാ അത് തന്നെ. ഈ സൂപ്പർ മാർക്കറ്റിൽ കിട്ടൂല കേട്ടോ. അപ്പോൾ അടുത്തൊരു സ്ഥലമുണ്ട്, ആ സ്ഥലം പറഞ്ഞു തന്നു. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും മേടിക്കണം. എന്നിട്ട് നേരെ ഓവർ ആക്കണ്ടല്ലോ ഇവനെ, തണുപ്പല്ലേ പോവുള്ളൂ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഇവിടുന്ന് വണ്ടി എടുത്തിന് ഇപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകണം. അവിടുന്ന് ഗ്യാസ് കിട്ടുള്ളൂ കേട്ടോ. ഗ്യാസ് കിട്ടിയാലേ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ ലിബി? അത് മതിയിടാ, എല്ല് കൂടെ എടുക്കാം. പിന്നെ തക്കാളിയും പിന്നെ ഇത് സവോളയും ഇഞ്ചിയും പച്ചമുളകും, ഇത്ര സാധനം മതി കേട്ടോ. അടുത്ത തക്കാളിക്ക് മധുരം കൂടുതലാണോ അല്ല ഇത് കൂടുതലാണോ നമുക്ക് അറിയത്തില്ല കേട്ടോ. അര മതി കേട്ടോടാ, ചെറിയ തക്കാളിയാ. ഇവിടെ നമ്മൾ കമ്പോഡിയിലൊന്നും ചെന്ന പോലെ അല്ല കേട്ടോ. ഇവിടെയൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ ഇഷ്ടം പോലെയാണ്. നമ്മളൊക്കെ വിചാരിച്ചിവിടെ സാധനങ്ങൾ കുറവാണ്. ഇവിടെ സാധന ലഭ്യതയൊന്നും കുറവില്ല കേട്ടോ. കാരണം ഇന്ത്യയല്ലേ തൊട്ടടുത്ത്. തക്കാളിയും സവോള ഇവിടുന്ന് മേടിച്ചോട്ടോ. ബാക്കി അകത്തുനിന്ന് മേടിക്കാം. നോക്കിയിട്ട് വരാം. ഇതിവിടെ വെക്കാൻ പറ, നമുക്ക് ഉള്ളിൽ പോയി നോക്കിയിട്ട് വരാം. ഗൈസ് ഫൈനലി ഇവിടുന്ന് ഞങ്ങൾ മേടിക്കാൻ പറ്റിയ പച്ചക്കറിയും പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ മീറ്റും ഗ്യാസും മേടിക്കണം, പുറത്ത് പോകണം. അപ്പോൾ നേരെ ഞങ്ങൾ പുറത്തോട്ട് പോകാം കേട്ടോ. നേരെ ഇനിയിപ്പം ഇവിടുന്ന് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റെഡി പറഞ്ഞത് ഈ കാണുന്ന സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗ്യാസ് കിട്ടുമെന്നാണ്. അപ്പോൾ അത് വിശ്വസിച്ച് ഞങ്ങൾ ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോവുകയാണ്.
ഗ്യാസ് മേടിക്കണം, പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ സ്നിക്കേഴ്സ് കഴിച്ച അങ്ക്രി മാറ്റുവാണ് അല്ലേ? അങ്ക്രി എടുക്കൂ ഒരു സ്നിക്കേഴ്സ്. നമ്മൾ വീണ്ടും പെട്ടെന്ന് ഇട്ടോ ഏകദേശം ചെറിയ റോഡിലോട്ട് കയറ്റി വിട്ടാക്കുന്നത്. ചെറിയ റോഡാണ് ഇത്. എന്ത് ചെയ്യാ, ഇവിടെയാണ് ഹോൾസെയിൽ ആയിട്ട് ആ കാണുന്ന ഗ്യാസ് കുറ്റി കിട്ടുകയെന്ന് പറഞ്ഞിട്ട് അപ്രകാരം നമ്മൾ വന്നതാണ്. ഹോൾസെയിലും കിട്ടും, ഇപ്പം റീറ്റെയിൽ ഒടിപ്പിച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാഠ്മണ്ഡു ടൗൺ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആട്ടോ. അല്ലടാ വണ്ടി കുത്തിക്കയറ്റിയുള്ള ബ്ലോക്കാണ്. ഞങ്ങളിത് ദൈവത്തിനറിയാട്ടോ, ഞങ്ങൾ പൊട്ടത്തരാണോ നല്ലതരാണോ കാണിക്കുന്നതൊക്കെ. ഒരു ഗ്യാസ് മേടിക്കാനാണ് ഈ കാണുന്നത് ഇങ്ങോട്ട് പോകുന്നത്. ദൈവത്തിനറിയാട്ടോ. പക്ഷേ ഇത് നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലേ? അത് കിട്ടൂല്ലോ, ഓൺലൈനിലല്ലേ കിട്ടുള്ളൂ. ഓൺലൈനിൽ കിട്ടുള്ളൂ, അത് നമ്മൾ ശരിയാട്ടോ. ഏകദേശം നമ്മൾ മെയിൻ ഇവിടെ സെന്ററിൽ എത്തിയാട്ടോ. ഇവിടെയാണ് ക്യാപിറ്റൽ ഏരിയ ആട്ടോ. ഇവിടെയാണ് എംബസി, അതുപോലെ തന്നെ മറ്റ് സംഭവങ്ങളോ കാര്യങ്ങളോ എല്ലാം നിലകൊള്ളുന്ന ഇവിടെ. തൊട്ടു സൈഡിലാണ് പിരിവ. ഇവിടെ പിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഈ കമ്മിറ്റിക്കാരൊക്കെ മറ്റേ ഇതില്ല കൂപ്പൺ അടിക്കൂല, അല്ലെങ്കിൽ മറ്റേ ഈ പണ്ട് പള്ളിയിലൊക്കെ ചെറുപുഷ്പത്തിന് മറ്റേ ചെറിയ മറ്റേ സമ്മാനത്തിന് മറ്റേ സാധനം കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ വെറുതെ കീറി കൊടുക്കട്ടെ. നേരത്തെ എഴുതി വെച്ചാക്കോ അവൻ 500 അവൻ 2000 എന്നൊക്കെ. ഈ കാണുന്ന ഇവിടെ ഞാൻ ഉണ്ടല്ലോ വണ്ടി ഒതുക്കി കേട്ടോ. ഇവിടെ ഒതുക്കി ലിപി അതിൻ്റെ തിരിപ്പുണ്ട്, കാരണം ഇവിടെ പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് ചോറിയും. ഈ കാണുന്നൊക്കെ ക്യാമ്പിങ് സാധനങ്ങൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഏരിയ, മരുന്ന് അങ്ങനെയുള്ള മാർക്കറ്റാട്ടോ. അപ്പോൾ ഈ കാണുന്ന ഇവിടെ കിട്ടുമെന്നാണ് ആ പുള്ളിക്കാരി പറഞ്ഞതായിട്ട് എൻ്റെ വിശ്വാസം. അതായത് എനിക്ക് അങ്ങനെ ലൊക്കേഷൻ തന്നെ ഇവിടെയുള്ള കടകളിലും സംഭവങ്ങളൊക്കെ ഒന്ന് കയറി ഇപ്പോൾ ചോദിക്കട്ടെ കേട്ടോ, സംഭവം കിട്ടില്ല എന്നുള്ളത്. അതായത് ഇവിടെ കുറേ കടകൾ കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അവിടെയൊക്കെ കുക്കർ ഇതുണ്ടോ, ഇവിടെയൊക്കെ ക്യാമ്പിങ് സാധനങ്ങളുടെയൊക്കെ അത്യാവശ്യം കടകൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെ എവിടെയെങ്കിലും കയറി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യത. ഇതൊക്കെ സ്പീക്കറുകൾ അതുപോലെ സംഭവങ്ങളൊക്കെ വയ്ക്കുന്ന ഏരിയ കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും സാധനം കിട്ടും, കിട്ടാതിരിക്കില്ല. അന്വേഷിക്കുവിൻ കണ്ടെത്തുവിൻ എന്നാണല്ലോ. ഈ ഏരിയ മൊത്തം ക്യാമ്പിങ് സാധനങ്ങളാട്ടോ. പാത്രങ്ങൾ, ക്യാമ്പിങ് ഐറ്റം, പിന്നെ അതേപോലെ തന്നെ ഈ ഇത് നമ്മുടെ പണ്ടാരം ജാക്കറ്റ്, ഇതുപോലെയുള്ള സാധനങ്ങൾ, LED വാള്, ഇലക്ട്രിക്കൽ മേഖല കേട്ടോ. ഇത് ഇവൻ്റെ അടുത്ത് സാധനം ഉണ്ട് കേട്ടോ. ഗിമി സെയിം 250 സ്മോൾ ഡിസ്കൗണ്ട്. വൈ ഫിക്സ് റേറ്റ് ഗൈസ്. നമുക്ക് ഇവൻ്റെ അടുത്ത് സാധനം ഉണ്ട്. ചൈന ഗൈസ്, നമുക്ക് ഇവൻ്റെ അടുത്ത് സാധനം ഉണ്ട് കേട്ടോ. 4 എണ്ണം മേടിച്ചേട്ടോ. 4 സാധനം, അത് ചൈനയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. പിന്നെ എന്നോട് പറഞ്ഞത് ഇതാണ് പൈസ എന്നുള്ളത്. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം വലിയ പൈസ ആയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നാട്ടിലെ 2000 രൂപ എന്ന് പറയുമ്പോൾ 1200 രൂപയ്ക്ക് നമുക്ക് 4 കുറ്റി 8 കുറ്റി കിട്ടി. പിന്നെ അതിലൂടെ ചാടിപ്പോയോ? എന്നോട് ചാടിപ്പോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടിയാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പം അതിന് വേണ്ടി കറങ്ങി നടന്നു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കുളമാവും കേട്ടോ. എന്തായാലും തിരിച്ച് വണ്ടി എടുത്തോട്ട് പോട്ടെ കേട്ടോ. ഈ അവസാനം ഞാൻ വണ്ടി എടുത്തെത്തി, ഗ്യാസ് ഇവിടെ കൊടുത്തു. എത്രയാന്ന് മനസ്സിലായോ? ഒരു ബോട്ടിൽ 250 രൂപ. 4 8 എണ്ണം വാങ്ങിച്ചു. 1000 രൂപ ഒരു പാക്കറ്റിന്. ഞാൻ പിന്നെ വേറെ കടയിലൊന്നും പോയില്ല. ആദ്യം ചോദിച്ചടുത്ത് നീ റേറ്റ് പറഞ്ഞു, അതുകൊണ്ട് അവിടുന്ന് മേടിച്ചു. ഓക്കെ നോക്കി, ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ക്യാമ്പർ സൈഡിലേക്ക് പോകാട്ടോ. അതായത് ഈ കാണുന്ന ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാട്ടോ. ഇത് രണ്ട്, ഇത് പഴയതും ഇത് പുതിയതുമാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ 2 പേരെ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു തന്നെ കേട്ടോ. आपका नाम मेरा नाम है सागर बोल. आपका? एक बार आऊंगा केरला, I will visit. It's a beautiful place. താങ്ക് യു. ഇവരെ പോകുമായിരുന്നേ. അപ്പോൾ ഇവർ തിരിച്ചു വന്ന് ഞങ്ങളോട് പരിചയപ്പെട്ടാണ്. ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പോവാട്ടോ. കാരണം ഇവിടുത്തെ വെയിൽ ഓവർ അടിച്ചത് തല കറക്കുന്നു. എനിക്ക് തോന്നുന്നു ആ ഇഞ്ചക്ഷൻ്റെ അതിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര തലകറക്കം. അവസാനം നമുക്ക് സാധനം കിട്ടി. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ ക്യാമ്പർ സൈഡ്. ഏകദേശം 1/2 കിലോമീറ്റർ ഓടണം. 7 കിലോമീറ്റർ അല്ലേ? സോറി 7 കിലോമീറ്ററിന് 29 മിനിറ്റ് വേണം. അതായത് 23 മിനിറ്റ്. എന്റെ പകുതി കട്ടായവനെ. ഞാൻ പൂസുംപുറ. ഞാൻ ആ വാക്സിൻ അടിക്കുന്ന പൂസുംപുറത്തായിട്ട് ഇരിക്കണം. എനിക്ക് അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അത് അവിടെ മീറ്റ് കിട്ടും കേട്ടോ. എവിടെ? നമ്മള് പിന്നെ നിൽക്കുന്ന ക്യാമ്പർ സൈഡിന്റെ സൈഡില് ഇവിടെ ഉള്ളടാ. സാധാരണയിലും പൈസ വളരെ കുറവാണ്. 50 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ 10 രൂപ ആവുന്നുള്ളൂ അല്ലേ? ഇവർക്കത് മനസ്സിലാകാത്തോണ്ടാ. നമ്മൾ ഈ കാണുന്ന മെയിൻ റോഡിലേക്ക് കയറും കേട്ടോ. ഈ നേപ്പാൾ കാഠ്മണ്ഡുവിന്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് ഞാൻ കാണുന്ന ബ്ലോക്ക് ആട്ടോ. അപാര ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര ബ്ലോക്ക് ആട്ടോ. എല്ലാ സ്ഥലത്തും നല്ല ടൈം നമുക്ക് നഷ്ടപ്പെടും അല്ലേ ലിപിനെ? ഇവിടെ എങ്ങനെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം ആരും വിട്ടുകൊടുക്കൂല. അത് സ്ഥലം എടുത്താൽ തന്നെ ഗവൺമെന്റ് വേറെ ഇല്ല സ്ഥലം അതേ ടൗണിൽ തന്നെ എടുത്തു കൊടുക്കേണ്ടി വരും. അത് തന്നെയാണ് നമ്മൾ പാർക്കിട്ട് പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഒരു ബ്ലോക്ക് ഒരു ഭയങ്കര വിഷയം കേട്ടോ. നോക്കും, ഞങ്ങളുടെ ക്യാമ്പർ സൈറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. അതായത് ഈ കാണുന്ന ഒരു ഏരിയ കേട്ടോ. ഇത് നേപ്പാളിൻ്റെ മറ്റൊരു ഭാഗമാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. കാഠ്മണ്ഡു എന്ന് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കടയിൽ കയറി വെച്ചപ്പോൾ ഈ കാണുന്നൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ഒന്നാന്തര കിടിലൻ പോത്തിറച്ചി കിട്ടുന്നുണ്ടല്ലോ ലിബിനോട് പറഞ്ഞേ. അപ്പോൾ അപ്രകാരം ഞങ്ങൾ പോത്തിറച്ചി മേടിക്കാണ്ട് പോവാണ്. അതിൻ്റെക്ക് വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ
ഗൈസ് ഞങ്ങൾ വിസയുടെ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി വേഗം ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ചെല്ലാന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളാണ് നേരം വെളുത്തിട്ട് ഒരു സാധനം പോലും കഴിച്ചിട്ടുമില്ല. ആദ്യം ആ കടയിൽ പോയിട്ട് ഇച്ചിരി ഇറച്ചി ഒപ്പിക്കട്ടെ കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ കയറ്റി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും, കയറി പോകാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ചെറിയ വണ്ടിയിൽ അത് കയറി പോകണം, അല്ല ടാക്സി വിളിക്കാൻ എല്ലാവരും കൂടി. അതാ ബുദ്ധി കേട്ടോ, അതാ ബുദ്ധി. പട്ടി എന്തൊക്കെയോ ആയിപ്പോയി കേട്ടോ, കിട്ടിയില്ല, ക്ലോസ് ആട്ടോ. ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് ക്യാമ്പിംഗ് സൈറ്റിലേക്ക് പോകാം കേട്ടോ. ഇവിടെ നിന്ന് വലിയ ദൂരമില്ല, എങ്കിലും ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഫൈനലി ഞങ്ങൾ ക്യാമ്പിംഗ് സൈറ്റിലെത്തി. നമ്മുടെ എന്തൊരു ഒപ്പിടണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒപ്പിടാൻ വേണ്ടി നമ്മളോട് എല്ലാവരോടും പിന്നെ എങ്ങോട്ട് ചെല്ലണം പറഞ്ഞത്. ഇവരെല്ലാം പറഞ്ഞത് നമ്മളെല്ലാവരും ഇങ്ങോട്ട് ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊരാൾ ഇങ്ങോട്ട് വന്നാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്താവും അറിയില്ല, നോക്കട്ടെ. ഗൈസ് ക്യാമ്പർ സൈറ്റിൽ നിന്ന് ഞങ്ങൾ നേരെ ഈ ഒരു ചിക്കൻ കടയിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ നോക്കിയിട്ട് പോത്തിറച്ചിയൊന്നും കിട്ടുന്നില്ല. അവസാനം ഇവിടുന്ന് കോഴി മേടിക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു കേട്ടോ. ഇത് ദേശീയമാണ്, അതായത് നമ്മുടെ നാടൻ കോഴിയാണ്. ഇവിടെ അങ്ങനെ കിട്ടുന്നത് കേട്ടോ. ഇതാണോ 1 കിലോ? ആ, സ്കിൻ നെയ്ച്ചായി, സ്കിൻ വേണ്ടെന്ന് പറഞ്ഞു. ആ സ്കിൻ. ഫൈനലി സാധനം കിട്ടി കേട്ടോ. 400 രൂപ 1 കിലോയ്ക്ക് അല്ലേ? അങ്ങനെ ഞങ്ങൾ ക്യാമ്പർ സൈഡിലെത്തി കേട്ടോ. നമ്മളോട് ചിക്കനും കാര്യങ്ങളൊക്കെ മേടിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഓരോ സാധനങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ഈ യാത്രയിൽ ആദ്യത്തെ കുക്കിങ് 2 കസാര വെച്ചു, അതേപോലെ ചിക്കൻ അവിടെ വെച്ചു, അതേപോലെ ഗ്യാസ് ഇവിടെ വെച്ചു, അതേസമയം പച്ചക്കറി ഇവിടെ വെച്ചു. അതേ സമയത്ത് ഇവന് ഓരോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നല്ല പിച്ച വെച്ചോലെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് സാധനം എടുക്കാനാണ് ഏറ്റവും കൂടുതൽ പാടല്ലേ ഇവനെ. പിന്നെ മസാലപ്പൊടി, പിന്നെ അതുപോലെ സാധനങ്ങൾ ഓരോന്ന് എടുക്കണ്ടേ? ഒന്നുമല്ല, ചിക്കൻ മസാല മാത്രം എടുത്താൽ പോരെ? ചിക്കൻ മസാല മാത്രം എടുത്താൽ മതി. അരി എടുക്കണ്ടേടാ? അരി 2 ഗ്യാസ് സ്റ്റവ് എടുക്കണം. എങ്ങോട്ടാ കയറി വരണ്ടേ? കയറി വരണോ? ഇതൊക്കെ മാറ്റി വെക്കണം. എല്ലാം അടിയിലാടാ. ഓ ഗായ്സ്, വേറെ സംഭവം ഉണ്ട് കേട്ടോ. പൊട്ടല്ലേ ഇവനെ. ഏറ്റവും അടിയിലെ ഗ്യാസ് എവിടെയാ കണ്ടാ? ഗ്യാസ് എന്നോട് വെച്ചാൽ മറന്നുപോയി. ഇനി ഏതിലും വലിയിലാണോ വെച്ചാക്കുന്നേ? വലിപ്പിലാണല്ലോ വെച്ചാക്കുന്നേ. എണ്ണ. ആ ഓ ഗായ്സ്, നമ്മുടെ കോക്കനട്ട് ഓയിൽ എവിടെയും കിട്ടൂല. അത് കാരണം നമ്മളിത് വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാണ്. ഇതൊക്കെ ചുങ്ങിയിലോ ഇവനെ? ഇതൊക്കെ തണുപ്പാനും ചുങ്ങിയിലോ. തവി 2 കോക്കനട്ട് ഓയിൽ 1 6 കസാര കേട്ടോ ഇവിടെ വെച്ചതാണ്. ഇതിപ്പം നമ്മളിപ്പം ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പോൾ എടുത്താക്കും കേട്ടോ. ഇനി ക്യാമ്പ് സൈറ്റിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മറന്നു വെക്കും. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ അടുത്തല്ല തവി തേതോ ജൽദി തേതോ യാർ, कितना टाइम है ना, मैं इधर वेट करेगा. दे दो. वो चाकू है ना? എല്ലാം തരാടാ, 1 മിനിറ്റ്. ഓരോന്നായിട്ട് ഇറക്കി. ഞങ്ങളിതൊന്നും പാത്രത്തിലൊന്നും ഇട്ട് വെച്ചല്ല കേട്ടോ വന്നേ. ഇതെല്ലാം ഇനി ഓരോ മസാലപ്പൊടി ഓരോന്നായിട്ട് പാത്രത്തിലിടണം. നമ്മൾ 2 കുക്കറിലല്ലേ വെക്കുന്നത്, സോറി 2 പാത്രത്തിലല്ലേ വെക്കുന്നത്. 2 ഗ്യാസ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതൊന്ന് തായ്ലൻഡിൽ നിന്ന് മേടിച്ചതും ഒന്ന് മലേഷ്യയിൽ നിന്ന് മേടിച്ചതും അല്ലേ? അതെ അല്ലേ. ഈ ഭക്ഷണം വെക്കാനുള്ള ഓരോ സാധനങ്ങൾ ഞങ്ങൾ ഇറക്കി കേട്ടോ. പാത്രം ഇവിടെയുണ്ട്, സ്റ്റൗകൾ ഇവിടെയുണ്ട്, മസാലപ്പൊടികൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ലിബി അവിടെ വേസ്റ്റ് കവർ ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാക്കണാണ്. അവൻ ആ വേസ്റ്റ് കവർ ഇട്ട് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും കേട്ടോ. ഈ വേസ്റ്റൊക്കെ കറക്റ്റ് അതിനകത്ത് ഇടണം കേട്ടോ. അവസാനം ലിബിന് വേസ്റ്റ് ഡസ്റ്റ്ബിൻ കിട്ടി, അതായത് മറ്റേ ഇത് ഗാർബേജ് കവർ കിട്ടിയില്ല കേട്ടോ. എന്നാ പറഞ്ഞേ? അവിടെ ഇല്ല. ഇതിൻ്റെ അകത്ത് വേസ്റ്റ് അതാണ് നല്ലത്. അല്ല ഇവിടെ നമ്മൾ കിടക്കുന്നിടത്ത് മാത്രം വേസ്റ്റ് ആയിപ്പോ അല്ലേ? ഇനിയിപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് ചെയ്യട്ടെ കേട്ടോ. നോക്കൂ, ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ്. എല്ലാം കത്തലാണല്ലോടാ. നമ്മൾ കൊണ്ടുപോയതാ. ഞങ്ങളുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധനം പിന്നെ നോക്കൂല, പിന്നെ അടുത്ത യാത്രയിലേ നോക്കുള്ളൂ. ആ സാധനം വർക്ക് ചെയ്യുന്നതാണോ? ഒരെണ്ണം കംപ്ലൈന്റ്, അത് കംപ്ലൈന്റ് ആയവന്, അത് കംപ്ലൈന്റാ. ഫ്രഷ് സാധനം തന്നെ, അത് കംപ്ലൈന്റ്. അത് ഓർക്കുന്നുണ്ടോ? ആ പിന്നെ ഓക്കെ, എടുത്തത് മാറിപ്പോയി. ഞാൻ അവിടെ എടുത്തു വെച്ചോ. അത് കംപ്ലൈന്റ് ആയിട്ട് മാറ്റി വെച്ച ഓർമ്മയുണ്ടോ? അത് ലോക്കാകുന്നില്ല. അന്നത്തെ പ്രശ്നം ഒന്ന് ഇട്ട് നോക്കി. ഇതിന്റെ സെറ്റപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നുണ്ടോ നമ്മുടെ കുറ്റികൾ ആദ്യം മാറ്റി വെക്കട്ടെ. 2 എണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. ഇതിങ്ങനെ നേരെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഈ സാധനം നേരെ ഇതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ഇൻ ചെയ്ത് വെച്ചാൽ പരിപാടി കഴിഞ്ഞു. ഈ സാധനം എന്നെ ഓർപ്പിക്കില്ല കേട്ടോ. നമ്മൾ ലാവോസിൽ നിന്ന് സ്പ്രേ പിക്ക് ഓർക്കുന്നുണ്ടോ? ഇതുണ്ടോ, ഇവിടെ ഒരു ബോട്ടുണ്ട്. ഒരു ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇതാ ഇങ്ങനെ ആക്കിയിട്ട് കത്തി, സംഭവം കത്തി. സിമ്പിൾ ആണ് കേട്ടോ. മറ്റേത് അതേപോലെ ആവൂല. ഏറ്റവും പുതിയ എടുത്തല്ലേ? എടുത്തപ്പോ 3 ഞാൻ എടുത്താന്ന് എൻ്റെ വിശ്വാസം. ഇല്ല, 2 എടുത്തുള്ളൂ. 2 എടുത്തുള്ളൂ. ഇതാ സ്പ്രിങ്ങിന് എന്താ പ്രശ്നം പറ്റിയിട്ട് ഒരു പണിയാ. എന്തെങ്കിലും സാധനം കുത്തിത്തിരികെ വെക്കാം. എങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ആ
അതൊന്നും വെക്കാൻ പറ്റുമോ നോക്കണേ. അവസാനം ഉണ്ടല്ലോ 2 ഗ്യാസ് ഞങ്ങൾ ശരിയാക്കി. ഒരു വിധത്തിൽ ആദ്യം ഞങ്ങൾ അരിയിട്ട് കുക്കറിൽ വെച്ചിട്ട് ബാക്കി പരിപാടിയുള്ളൂ. അതേ സമയത്ത് ഈ കാണുന്ന 2 എണ്ണം എടുത്തു വെച്ചാക്കോട്ടെ. എനിക്കാണ് നേരം വെളുത്തിട്ട് ഇതുവരെ ഭക്ഷണം കഴിക്കാണ്ട് തലയൊക്കെ അവിടെയല്ല അപ്പുറം ലിപി തലയൊക്കെ നിന്ന് ഇറങ്ങും കേട്ടോ. അതേപോലെ നമ്മുടെ വണ്ടിയുടെ തൊട്ടിപ്പുറ സൈഡിൽ ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം ലോഡ് ചെയ്തായിരുന്നു. ഇവിടുന്ന് വെള്ളം എടുക്കാവുന്ന കേസേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ വെള്ളം കിട്ടും. ഇതാണ് ടാപ്പ്. അരി ഞങ്ങളെ ആ ചെറിയ പാത്രത്തിൽ നിന്ന് കുക്കറിലേക്ക് മാറ്റിട്ടോ. ഇതിൻ്റെ അകത്ത് എന്തായാലും വെള്ളം കിട്ടി. 200 ലിറ്റർ എടുത്തുണ്ട് കേട്ടോ. 200 ലിറ്റർ അടുത്ത് വെള്ളമുണ്ട്. ചെളിവെള്ളം ഉണ്ടോ എന്ന് നോക്കണേ. കൊള്ളൂല നോക്കിയേ, തന്നെ ആണോ? അപ്പോൾ പാത്രം കഴുകാൻ ഉപയോഗിക്കാം. അന്ന് വിട്ടേരാ, അപ്പുറത്ത് പോയി എടുത്തിട്ട് വരാം. ഓഫാക്കിയാലേ എപ്പം വരാനാ. വണ്ടിയിൽ നിന്ന് വെള്ളം എടുക്കുന്ന പരിപാടി ഉപേക്ഷിച്ചു കേട്ടോ. എൻ്റെ തൊട്ടിപ്പുറം ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വെള്ളം എടുത്ത് കഴുകി പോയാൽ മതി. ഇവിടെ വാഷ് ബേസിനും ഉണ്ടോടാ. ഇവിടെ കറണ്ട്, വെള്ളം, ടോയ്ലറ്റ് അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. കഴുകാം. 3 പ്രാവശ്യം കഴിയാൽ പോരെ? 3. പിന്നെ അവിടെ അരി കഴുകുന്ന സമയത്ത് നമുക്ക് പച്ചക്കറി കഴുകാനുള്ള വെള്ളം എടുക്കാം കേട്ടോ. പച്ചക്കറി കൂടെ കഴുകി അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്ത് നമുക്ക് എന്തുണ്ടാക്കാം, ചിക്കൻ കറി ഉണ്ടാക്കാം. ഒറ്റ പരിപാടിയുള്ളൂ കേട്ടോ, ചിക്കൻ കറിയും ചോറും. വേറൊരു പരിപാടിയില്ല. ഇവിടുത്തെ ഭക്ഷണം പറ്റൂല കേട്ടോ, നമുക്ക് വയറിന് എന്താ പോലെ ആവുക. ഇവിടെ ഡാലെന്ന് പറഞ്ഞിരുന്നേടാ പച്ചവളം അല്ലേ? ഇത് പച്ചക്കറി കഴുകാനുള്ള ഇച്ചിരി വെള്ളം ഇതിൻ്റെ ഇട്ടാൽ മതി. ആയോ, അതിന് വെള്ളം ഒഴിക്കുക. ഫുള്ള് വേണോ? ഞാൻ നോക്കിയിട്ട് ഒഴിക്കണേ. ഇത് 4 വിസിലാന്ന് എൻ്റെ വിശ്വാസം. വെള്ളം വേണം. 4 വിസിലെങ്കിലും വേണം കേട്ടോ. 4-5 വിസിൽ വേണം ചോറ് ആണോ? നോക്കി അതുകൊണ്ട് 8 വിസിൽ വേണമെന്നുണ്ടോ ലിബി പറയുന്നത്. അതായത് ലിബിനുണ്ടല്ലോ അങ്ങനെ വെള്ളവും പിടിച്ച് അരിയും കഴുകി നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടി. ഒറ്റക്കറി ഒറ്റ പരിപാടി ആയതുകൊണ്ട് പടപടേന്ന് പരിപാടി തീരും അല്ലാടാ ലിബിയ. ഒരു കറി മതി. നേരെ അതിൻ്റെ അകത്ത് വെക്കട്ടെ ലിബിനെ. അതിൻ്റെ അതങ്ങ് അടച്ചാൽ മതി. അതിൻ്റെ അകത്ത് വെച്ച് ഓണാക്കിയേ. കത്തുന്നുണ്ടോ? ഒന്ന് പൊക്കി നോക്കിയേ. ഉണ്ട്. ഇച്ചിരി കയറ്റി വെച്ചോ. മതി. ഇനി അത് കുക്കറിന് അടപ്പം കൊണ്ട് അടച്ച പരിപാടി കഴിഞ്ഞിട്ടോ. അരി അവിടെ നിന്ന് ആകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരിഞ്ഞ് കറി വെക്കാം കേട്ടോ. ലിബിനുണ്ടല്ലോ അരിയാനുള്ള പരിപാടി തുടങ്ങി. അതേ സമയത്ത് ഈ കാണുന്ന ഇങ്ങോട്ടാട്ടോ. അതായത് എല്ലാം വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. മല്ലിയില ഇട്ടു, പിന്നെ അതേപോലെ തന്നെ തക്കാളി ഇട്ടു. ഇനിയിപ്പോൾ പച്ചമുളകും വെളുത്തുള്ളി സവോള പിന്നെ ഇഞ്ചി അല്ലേ പോകും കേട്ടോ. ഇവിടെ അരി വെച്ചു നമ്മൾ. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 5 to 10. ഓക്കെ. തല കറങ്ങിയിട്ടുണ്ടല്ലോ. സമയം ഇപ്പം 3 മണിയായി. ഇന്നലത്തെ ഇഞ്ചക്ഷനും ഒപ്പിടാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും തിരികെ കയറ്റിട്ട് പറഞ്ഞു നമുക്ക് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മൾ ഇത്രയും പേരില്ലേന്ന് ചോദിച്ചു. അങ്ങനെ അവർ ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുക കേട്ടോ. ചില്ലി അത് മതിയായിരിക്കും കേട്ടോ ലിബി. ഞങ്ങളെ അവർ പറഞ്ഞു നിങ്ങളാണ് വലിയ ആള്, നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞ് അവരെ കൂടി ചോദിപ്പിച്ചു അല്ലേ. അങ്ങനെ ടൈപ്പും ചെയ്തിട്ടുണ്ട്. സാധനമാണ് ഇഞ്ചിയും വെളുത്തുള്ളി. വലിയൊരു ഇതാട്ടോ. സവോള കറിയാപ്പില മാത്രം കിട്ടിയില്ല. കറിയാപ്പില ഇല്ലായിരുന്നു അല്ലേ? ഇവിടെ അച്ഛന്മാരെടുത്തോ സിസ്റ്റേഴ്സിന്റെ അടുത്തോ അല്ലെ ഇവിടെ മലയാളികൾ ആരെങ്കിലും ഉണ്ടല്ലോ അവരുടെ അടുത്ത് പോയ കാര്യമുണ്ട് കേട്ടോ. വെജിറ്റബിൾ അല്ല നമ്മൾ ഈ കാണുന്നത്. ഇങ്ങോട്ട് എടുത്ത് വെച്ചോട്ടോ. അയ്യോ കഴിക്കുന്ന ഇതവനെ കഴിക്കുന്ന ഇഞ്ചിയാ. അങ്ങനെ മനസ്സിലായേ? മണം നോക്കി നല്ല ഇടണ്ട കേട്ടോ. കഴിക്കുന്ന ഇഞ്ചിയാ. അല്ലല്ല ഇച്ചിരി ഇട്ടാ മതി. അത് ഇത്ര പീസ് വേണ്ട കേട്ടോ. മുറിച്ചോ. ആ ചെറിയ പീസ് മതി കേട്ടോ. ശരിയാ നീ പറഞ്ഞു. കഴുകിയ ഓരോ പച്ചക്കറിയും ലിബിന് ഇതേപോലെ പൊളിച്ച് റെഡിയാക്കും കേട്ടോ. ഇതെല്ലാം റെഡിയാക്കിയിട്ട് അവസാനം അരിയുന്നതായിരിക്കും ബുദ്ധി കേട്ടോ. അല്ലാട്ടോ ലിബിനെ? പെട്ടെന്ന് തീരും. ഇവിടെ എല്ലാം ഫുള്ളി സൗണ്ടേ. തൊട്ടപ്പുറം എയർപോർട്ട് കേട്ടോ. ആ എയർപോർട്ടിന്റെ സൗണ്ട് ആയി കേൾക്കുന്ന മൊത്തം. അതായത് പടപടാന്ന് പറഞ്ഞ ഫ്ലൈറ്റ് വന്നു. സത്യം കേട്ടോ. നമ്മുടെ നാട്ടിലെ ഭാരത് ബെൻസിന്റെ സെയിം സാധനം ഇരിക്കുന്നത്. ആസ്ട്ര പോലത്തെ. ഇത് ഭാരത് ബെൻസ് ആസ്ട്ര തന്നെയാണ് ഈ സാധനം. നമ്മുടെ അവിടെ ഭാരത് ബെൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ ഭാരത് ബെൻസിന്റെ സാധനം മേടിക്കാൻ നേരത്ത് ബെൻസിന്റെ ലോഗോയിലാ സാധനം കൊടുക്കുന്നത് അല്ലേ? തലവേന എടുത്തിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. കണ്ണ് കാണുന്നില്ല കേട്ടോ. ആയിരിക്കും. ഞങ്ങൾ എല്ലാ സാധനവും എടുത്തു. ഒരു സാധനം മാത്രം ഞങ്ങൾ എടുക്കാൻ മറന്നു കേട്ടോ. കട്ടിംഗ് ബോർഡ്. കണ്ണൊക്കെ 4ആയിട്ടാ കാണുന്നത്. എൻ്റെ അത് തന്നെ അവസ്ഥ. കണ്ണൊക്കെ 8ഉം 10ഉം ഒക്കെ ആയിട്ടാ കാണുന്നത് കേട്ടോ. കണ്ണ് പോലും കാണുന്നില്ല. മണ്ടത്തരായി പോയിട്ടോ നമ്മളിന്ന് കാണിച്ച മൊത്തം അല്ലേടാ. ഇന്ന് ഈ ചോറുണ്ടായാലും ബാക്കിയാണ് ഞങ്ങൾ എടുത്തു വെക്കൂട്ടോ. നമുക്ക് നല്ലതല്ലേ, നമുക്ക് ഗ്യാസ് കിട്ടി നമ്മൾ എന്ത് ചെയ്യും? അത് ശരി കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല ഗൈസ്. നമ്മൾ വിചാരിക്കുന്നില്ല അത്ര എക്സ്പെൻസ് കുറഞ്ഞ സ്ഥലമൊന്നും അല്ല കേട്ടോ നേപ്പാൾ. ഞങ്ങൾക്ക് ഭയങ്കര ചിലവാണ് ഇവിടെ നേപ്പാളിൽ. എണ്ണയ്ക്ക് ആയിക്കോട്ടെ എല്ലാത്തിനും ആയിക്കോട്ടെ. അതുകൊണ്ട് ഞങ്ങൾ ഓഫ് ആക്കിട്ടോ കേട്ടോ. ഡീസലിന് ഇവിടെ 100 രൂപ വിലയാണ് നാട്ടിലത്തെ.
ആണോ? നമുക്കവിടെ ഏറ്റവും കൂടിയത് 96 സവോള അരിഞ്ഞു തീർന്ന കേട്ടോ. ഇനിയിപ്പം തക്കാളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ കാണുന്ന മല്ലിയിലും കൂടെ അരിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലേ ലിബി? അതെ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടല്ലോ ഇത് വിസിലടിക്കുന്നുള്ള എനിക്ക് മനസ്സിലായിട്ടോ. കാരണം എന്താ വെച്ചാൽ അതിനുള്ള ഇത് കാണുന്നുണ്ട്. 8 വിസിൽ വേണേ. 6 പോരെ? 6 മതിയോ? ലാസ്റ്റ് 2 ഇതാക്കേണ്ടി വരും. തക്കാളി അരിഞ്ഞു, പിന്നെ അതേപോലെ തന്നെ ആ ചോറ് വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങളെ ആ ചിക്കനും കൂടി ഒന്ന് കഴുകി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്ന് ഞങ്ങളുടെ പരിപാടി തീർന്നതെന്നറിയാമോ? ഇത്ര നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ ഹോട്ടലിൽ ചെല്ലും, പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ വെള്ളക്കറി തരും. ഇവിടെ പട്ടിയുണ്ട് കേട്ടോ, അതൊന്ന് സൂക്ഷിക്കണം. കാരണം അവന്മാർ ഇതിലിങ്ങനെ കറങ്ങി നടക്കും കേട്ടോ. ഞങ്ങൾ നേരത്തെ കഴുകി അതേ സ്ഥലത്ത് തന്നെയാണ് വന്നത്. ഇവിടുന്ന് ഒരു 3 നിർത്തങ്ങൾ ഈ കോഴി കഴുകണം കേട്ടോ. ഇതേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രോയിലർ കോഴിയല്ല, ഇത് ഇവിടുത്തെ ദേശീയ മുറി കേട്ടോ, നാടൻ കോഴി. വിത്ത് സ്കിന്നാണ്. പിന്നെ ആണോ? ആ ഗൈസ് നോക്കുക, അതായത് വിത്ത് സ്കിന്നാട്ടോ ഇവർ കൊടുക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു വിത്ത് സ്കിന്ന് ഞങ്ങൾക്ക് വേണ്ട, വിത്തൗട്ട് സ്കിന്ന് മതി എന്ന് പറഞ്ഞു. താഴോട്ടാ ഗൈസ് നോക്കൂ, ഞങ്ങൾക്ക് വിത്തൗട്ട് സ്കിന്ന് മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ വിത്തൗട്ട് സ്കിന്നാക്കി തന്നു കേട്ടോ. ആ 1 കിലോത്തിന് 400 പറഞ്ഞു. 100 പറഞ്ഞപ്പോൾ പറഞ്ഞു 800 രൂപ. എന്നിട്ട് അപ്പോഴോ 1 കിലോ വെച്ചെടുത്തിട്ട് ലിബിനുണ്ടല്ലോ ചിക്കൻ കഴുകി വൃത്തിയാക്കേണ്ടി വന്നു. ഇനി ഈ പാത്രത്തിൽ വേണം നമുക്ക് ചിക്കൻ കറി വെക്കാൻ കേട്ടോ. ഓഹോ ആക്കല്ലേ ഗൈസ് നോക്കൂ, അതായത് ഈ സാധനം ഇനിയും ഇതുണ്ട്. ഇത് വളരെ സിമ്പിൾ ആട്ടോ. ഇത് വെറുതെ ഇങ്ങനെ തിരിച്ചാൽ മതി. തിരിച്ചു കഴിഞ്ഞാൽ അപ്പം തീ വരും കേട്ടോ. തീയായി ഇതിനിവിടെ വെക്കുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് കോക്കനട്ട് ഓയിൽ കൊണ്ടുവന്നായിരുന്നു. പിന്നെ ലിബിന് മിസ്സമ്പിളല്ലായിരുന്നു. ഇനി ഇതിൻ്റെ അകത്ത് കടുക് എടുത്തില്ല കേട്ടോ. കടിയില്ലാത്ത ചിക്കൻ കറി അങ്ങനെയുണ്ട്. ഗൈസ് നോക്കൂ, ഇതിൻ്റെ തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ? ആണോ? നമ്മുടെ ചട്ടി അങ്ങനെ റെഡി ആയിട്ടോ. അവസാനം നമ്മുടെ ചട്ടി റെഡിയായി, വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റി കേട്ടോ. ഇനി നേരെ ഇതിൻ്റെ അകത്തോട്ട് പൂമ്പല് സംഭവിച്ചില്ല. പിന്നെ ഭാഗ്യം ഇതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. അതെന്നാ സംഭവിച്ചേ? സാധാരണ ഈ സാധനം തുറന്നപ്പം തുറന്നു കിട്ടണ്ടേ? തണുപ്പല്ലേ ഇവനെ, തണുപ്പല്ലേ, സംഭവം കട്ടയായി പോവല്ലേ. 4 ലിറ്റർ എണ്ണ ഉള്ളു കേട്ടോ ഞങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ. 4 വാങ്ങിയോളൂ. യൂറോപ്പിലൊക്കെ പോകാൻ നേരത്തെ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വെളിച്ചെണ്ണ കാര്യങ്ങൾ കിട്ടും. കാരണം നമ്മുടെ ആൾക്കാർ അവിടെ ഇഷ്ടം പോലെ ഉള്ള യൂറോ കൂടും അല്ലേ? യൂറോ ഞാനേ എല്ലാ മസാല എടുത്തോണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിക്കകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടുക്, മല്ലി എല്ലാ സാധനവും ഉണ്ട്. കടുകിന് എടുക്കാൻ പോകാൻ വയ്യാത്തതുകൊണ്ടാണ് അവസാനം ഇറച്ചി മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത് മതി കേട്ടോ. ഇത് നമുക്ക് ഒപ്പിക്കാം. എന്താ പൊന്നെ, നിനക്കൊരു വയ്യാഴികയല്ലേടാ? എനിക്ക് ഇന്നലെ ആയിരുന്നു ക്ഷീണം, അത് പനി വന്നിട്ട് ഉറങ്ങിപ്പോയത്. ആ ഇഞ്ചക്ഷനും ആ പനിയുടെ എല്ലാം കൂടെ എനിക്ക് അവസാനം ഇന്നാട്ടോ കിട്ടിയത്. ഇവനെ ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ളിലത്തെ അണുക്കളെല്ലാം ചാകുന്നതാണ്. ഒരു ശരീരത്തിൽ ചെറുതായിട്ട് കത്തും നടി തീ പിടിച്ചു. ഫസ്റ്റ് വിസിൽ ഇപ്പം വീശു കേട്ടോ. വരട്ടെ. ആദ്യമായിട്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വിസിലടിച്ചു. ഇതേപോലുള്ള 6 വിസിലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് വെന്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, ഞാൻ ആദ്യം ഇഞ്ചി ഇട്ടു, പിന്നെ അതേപോലെ തന്നെ പച്ചമുളക്, എൻ്റെ അമ്മു, പിന്നെ അതേപോലെ തന്നെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് കീച്ചു കേട്ടോ. തീ കൂടുതലാണ് തീ കൂടുതലാണ് ഒരടി മാറി നിൽക്കുന്നത്. വെള്ളമുള്ളതുകൊണ്ട് നമുക്ക് ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒരുമിച്ചിട്ട് വാട്ടിങ് എടുക്കാം കേട്ടോ. അതാ ഏറ്റവും നല്ലത്. നോർത്ത് ഇന്ത്യ പോയിട്ട് ദാൽ തഡ്ക കഴിക്കുന്നതിന്റെ മണം അല്ലേ? ഇവിടെ ഉണ്ടല്ലോ ഈ ഏരിയയില് എല്ലായിടത്തും ഉണ്ടല്ലോ നല്ല കറിയുടെ മണം കേട്ടോ. നല്ല കറി എന്ന് വെച്ചാൽ നല്ല കിട്ടിലെ മണങ്ങളാണ്. ഞങ്ങൾ ഇത്ര ദിവസമൊക്കെ സൈറ്റാണ് ഇവിടെ നിന്നത്. ഞങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഇപ്പം തന്നെ ഉണ്ടോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്ത് അവിടെ ഒപ്പിടണം, ഇവിടെ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് പോകാതിരിക്കാനും പറ്റൂല. ഞങ്ങളൊരു ചെറിയൊരു ഇത് വെച്ചിട്ടിരിക്കുകയാണ്, അവരിങ്ങോട്ട് വരട്ടെ. പിന്നെ അവർ റീപ്ലൈ തരുന്ന ഒരു താമസം ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും അല്ലേ? ഏതായാലും അവിടെ പോകേണ്ടി വരും, അത് ഉറപ്പാ. ഉപ്പിട്ടല്ലേ ഇവനെ? ഉപ്പിടുന്ന എന്തിനാണ്? കാണുന്ന 2 സ്റ്റൗ ഉണ്ടല്ലോ, ഇതിന് 2 പ്രത്യേകതയുണ്ട്. ഇത് എത്ര കാറ്റ് വീശിയാലും ഈ സാധനം കെടൂല കേട്ടോ. മറ്റ് സാധനങ്ങൾ അങ്ങനെയല്ല, പെട്ടെന്ന് കെട്ടുപോകും. പിന്നെ നമുക്ക് ഓവർ കാറ്റോ ഇതോ പേടിക്കണ്ട. പിന്നെ ഏത് സ്ഥലത്ത് ഈ സാധനം കിട്ടും. പക്ഷെ ഇന്ത്യയിൽ ഇച്ചിരി പാടാട്ടോ, ആമസോണിൽ നിന്നൊക്കെ മേടിക്കണം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ എവിടെ ചെന്നാൽ ഈ സാധനം കിട്ടും. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ആമസോണിൽ എങ്ങനെ ഇത് കൊറിയറി വരുന്ന ഗ്യാസുള്ള സാധനം അറിയില്ലല്ലേ. ഗൈസ് നമ്മുടെ കുക്കർ അത്യാവശ്യം നല്ല അടി അടിച്ചാട്ടോ. ഓഫാക്കി വെച്ചാക്കാട്ടോ, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓഫാക്കി ഇങ്ങനെ തന്നെ വെച്ചാക്കാട്ടോ. ലാസ്റ്റ് ഇതായി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അല്ലെങ്കിൽ എന്നാ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് കുറവുണ്ടാകാനും വേവ് കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓഫാക്കുന്ന കേട്ടോ നല്ലേ. ഇവിടെ ഞാൻ നമ്മുടെ ചിക്കൻ കറിക്കുള്ള ആ ഗ്രേവി ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് അത് നല്ല രീതിയിൽ വാടണം. വാടിയിട്ട് വേണം കേട്ടോ മസാല ഇടാൻ വേണ്ടി. മസാല അതേപോലെ
നല്ല രീതിയിലിട്ട് വാട്ടണം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ കാണുന്ന സവോളയും ഉള്ളിയും സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കത്തിച്ചോ. ഓ ഗൈസ്, ഇത് നമ്മുടെ സാധാ ഗ്യാസിനേക്കാളും പവർ കൂടുതലാണ് കേട്ടോ അല്ലേ ഇവനെ? ചൂടാ സാധനം. ഇതേ ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ പോടാ. ഇവൻ അങ്ങനെ കിട്ടൂല, ഒറ്റ ഫ്ലെയിമിലേ കിട്ടുള്ളൂ അല്ലേ? ഫ്ലെയിം കുറഞ്ഞ സാധനം ഇരിക്കൂല്ലോ, അതാണ് ഒരു വലിയ വിഷയം. ഇവന് വേറെ കാര്യം ഉണ്ടേനെ, എന്ത് പെട്ടെന്ന് ഈ ഗ്യാസിന്റെ അകത്ത് നേരത്തെ പെട്ടെന്ന് സബോള വരെ വാടി കിട്ടിയെന്ന് നോക്കി. ഇതോ എത്ര പെട്ടെന്നാടാ. ഹൗ മച്ച് ഫിഷിൽ നിനക്ക് അറിയാവോ? 6, 7, 8 അങ്ങനെ അടിച്ചു വെച്ചേക്കോ. അപ്പൊ നമുക്ക് എടുത്ത് പുറത്തോട്ട് വെച്ചാലോ? അവിടെ വെച്ച് തുറക്കടാ. അയ്യോ, കഴിഞ്ഞ വർഷത്തോടെ ചോറ് പോയാ നീ പിടിച്ചോ. അതെ, സായിപ്പിന്റെ വണ്ടിയിലായെന്ന് പറഞ്ഞ് ചെറിയ കാണും വയ്യ. ഈ കാണുന്ന ഇവിടെ വെച്ചിട്ട് പൊക്കി ഇവരെ ഇത് മോശമല്ലേ? തുറന്നു വിടുന്നല്ലേ? എല്ലാം ശരിയാണ്. നിങ്ങൾ അപ്പുറത്തോട്ട് ഇങ്ങനെ വെച്ചാൽ ഓക്കെയാണ്. നമ്മള് ചോറ് ഊറ്റാൻ വേണ്ടി കുക്കറിന്റെ വിസില് തുറന്ന് ഈ കാണുന്ന ഇവിടെ വെച്ചേക്കോട്ടോ. ഈ ചോറിനെ ഞാൻ പൂരാത്തെന്നറിയാം. ചൈനീസ് കുക്കറിനൊക്കെ വിസിലില്ല, നമ്മുടെ ഇന്ത്യൻ കുക്കറിന് വിസിൽ. അപ്പൊ ചൈനീസ് കുക്കർ എങ്ങനെ ടൈം നോക്കി? ചൈനീസ് ജാപ്പനീസ് കുക്കറുകൾക്കൊക്കെ വിസിലില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇതേ കഴിഞ്ഞ വർഷം ഫിഷിൽ നോക്കാതെ തുറത്ത് അപ്പൊന്നും പറഞ്ഞപ്പോൾ മേലോട്ട് വന്നിട്ടില്ലേ? നമ്മുടെ ചോറ് അങ്ങനെ ഭാഗ്യം കേട്ടോടാ. എന്താ എന്താ നോക്കിനെ എന്താ എന്തോന്ന് ചോദിച്ചാ വെന്തു. ചെറിയ വേവുകളുണ്ട്. എന്നാ വെച്ചോ, വെള്ളം ഒഴിച്ചോ വെച്ചോ, വെള്ളം ഒഴിച്ചോ വെച്ചോ, വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഇനി അടി പിടിക്കൂനെ. അല്ല, ഇങ്ങനെ മൂടി വെച്ചാ പോലെ ഇതാ സമയത്ത് ആയിക്കോളും. എന്നാ നമുക്ക് അങ്ങനെ നോക്കാം അല്ലേ? ഇപ്പം കരിയും കേട്ടോ. അല്പം മുളക് പൊടി കേട്ടോ. മുളക് പൊടി ഓവർ കൂടിപ്പോയി കഴിഞ്ഞാൽ കുത്തൽ ഭയങ്കരമായിരിക്കും കേട്ടോ. ഒരല്പം മുളക് പൊടി. അല്ല ലിബിയ, ഇത് കർണംപട്ടി മുളകാണോ? ഇത് മറ്റേതാന്ന് തോന്നുന്നു കേട്ടോ. കാശ്മീരി അല്ലെന്ന് തോന്നുന്നല്ലേ? മറ്റേതാണോ? കാശ്മീരിയാണോ? കാശ്മീരിയാണോ? എന്നാ കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊണ്ട കർണംപട്ടി മുളക് സെറ്റപ്പ് ആയിട്ട് കിട്ടണേൽ എന്ത് വേണം? നമുക്ക് മല്ലിപ്പൊടി വേണം കേട്ടോ. മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ ഇതൊരു ചൊവ്വാകത്തുള്ളൂ അല്ലേ ലിബിയ? അതെ, മതിയല്ലേ മല്ലിപ്പൊടി കൂടി അല്ലേ? നമുക്ക് മല്ലിപ്പൊടി ഇട്ടു. ഇനി അടുത്തത് ഇറച്ചി മസാല കേട്ടോ. ഇത് ഈ കാണുന്ന ഇറച്ചി മസാല കൂടെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി ഏകദേശം ഓക്കെ ടീക്കെ അല്ലേ ലിബിയെ? അതെ. ഇനി നമ്മൾ ഈ ഇട്ട മസാല മൊത്തം ഇതിൻ്റെ അകത്ത് കിടന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഈ കാണുന്ന സാധനം ചൊവ്വാവുള്ളൂ. ഇല്ലെങ്കിൽ പച്ച മസാല കുത്തലായിരിക്കും മൊത്തം അല്ലേ ലിബിയെ? മണോ ഇവിടെ ഇവിടെ നിൽക്കുന്നവരല്ലേ നമ്മള് കണ്ണ് കിട്ടും കേട്ടോ. അതിൻ്റെ വെള്ളം ഇറങ്ങിയില്ലടാ. അതിൻ്റെ വെള്ളം ഇറങ്ങി ഇടാനായോ? ആയോ? ഇല്ല, ഇതൊന്ന് മൂക്കട്ട ലിബിനെ കേട്ടോ. ഒരു കുടിക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഗ്രേവി ആക്കി എടുക്കണം കേട്ടോ. എങ്കിലേ ഈ സംഭവം ചൊവ്വാവുള്ളൂ അല്ലേ ലിബിയെ? അതെ, നല്ല മണമാ. ആ മല്ലിയുടെ മണം അല്ലേ? അതെ. ഇങ്ങനെ ഒരു ഭാഗം കിട്ടുമല്ലേ? മേളിൽ കൂടെ ഫ്ലൈറ്റ് പറക്കുന്നു അല്ലേ? താഴെ കൂടെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടായി കഴിക്കുന്നത്. ഇവിടെ രാത്രിയിലൊക്കെ അത്യാവശ്യം പിന്നെ സൗണ്ട് ഉണ്ട്, പക്ഷെ അത്ര ഡിസ്റ്റർബൻസ് അല്ല കേട്ടോ. ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇതൊന്നും വലിയ വിഷയമല്ല കേട്ടോ. ആകെ ഒരു ദിവസം ആകെ ഉണ്ടല്ലോ ഒരു ദിവസം $5 ഉള്ളൂ. അതിൽ ബാത്റൂം കിട്ടും, ഇലക്ട്രിസിറ്റി കിട്ടും, വൈഫൈ കിട്ടും, അത്യാവശ്യം എല്ലാ നാട്ടിലത്തെ 410 രൂപ അത്രേ ഉള്ളൂ. ഗ്രേവി തിളച്ചു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഭയങ്കര നെയ്യാട്ടോ ഇവിടുത്തെ ചിക്കന്. നീ പറഞ്ഞ ഇത് ദേശീയ മുറുകിയാണ്. ഇത് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് നല്ല വളർച്ചയാ. അതെ 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 അതെ. എവിടെ നീ പറഞ്ഞ എനിക്ക് തോന്നുന്നത് നാടൻ ചിക്കൻ ആണെന്ന് തോന്നുന്നത്. നാടൻ ചിക്കൻ ആണേല് എത്ര മണിക്കൂർ വേണം ഇത് വെന്ത് കിട്ടണേല്? സത്യം അല്ലേ? കറിപ്പാത്രം കിടത്തില്ല, കൈ കഴിട്ടെ. കറിപ്പാത്രമാ. ഈ കാണുന്ന ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളം ഇറങ്ങാണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും കേട്ടോ. അടിപൊളിയായിരിക്കും അല്ലേ ലിബിയ? അതെ. ഇത് നമുക്ക് കഴിക്കാനില്ലേ, ചോറിന്റെ കൂട്ടത്തിലില്ലേ? അച്ചാറുണ്ടോ ഇനിയിപ്പോ നമ്മുടെ? ഇല്ല, കൊണ്ടുവന്നില്ലോ. ഈ പ്രാവശ്യം പല രാജ്യത്തും ഫുഡ് അലൗഡ് ചെയ്യൂല കേട്ടോ. യൂറോപ്പിലൊക്കെ നമ്മൾ ബൈ റോഡ് കയറുമ്പോൾ ചൈന അവിടെയൊന്നും ഫുഡ് അലൗഡ് ചെയ്യൂല. അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാൻ കേട്ടോ. ഗ്രേവിയും സംഭവങ്ങളൊക്കെ ആയി. പിന്നെ നമുക്കിത് മൂടി വെക്കാം കേട്ടോ. ഇനി ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ എടുത്താൽ മതി കേട്ടോ. ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആവുന്നു. അതേസമയത്ത് ഞങ്ങൾ ചോറിന് വെള്ളം ഒഴിച്ച് അത് ഊറ്റിട്ടോ കേട്ടോ. അതായത് അതൊന്ന് തുറന്ന് അവിടെ പിന്നെ അത് വെന്തോന്ന് നോക്കണം കേട്ടോ. തുറക്കുമ്പം നോക്കിയേ, ഇവിടെ നിന്ന് നോക്കിയാൽ അതായിരിക്കും നല്ലത്. ഇല്ല, കഴിക്കാം. അടിയിൽ നോക്കിയേ, അടിയിലെ അടിപൊളി. അടി പിടിച്ചാടാ. അടിയിൽ നിന്ന് നോക്കിയല്ലേ ഇവനെ? അടിയിലെ ഭാഗം നോക്ക്. ഓ ആയിടാ. ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഒറ്റ ഞങ്ങൾ മാത്രമായിട്ട് സിംഗിൾ ആയിട്ട് എടുക്കുന്നു കേട്ടോ. ബാക്കി എല്ലാവരും അപ്പുറം കേട്ടോ. അതായത് ഞങ്ങളെ ചോറ് വെള്ളം ഒഴിച്ച് കൊണ്ടുവന്നു. ഈ കാണുന്ന ചോറേ ഇച്ചിരി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ഊറ്റുവാണെങ്കിൽ ആ പശപ്പുണ്ടാവില്ല കേട്ടോ. അല്ലേ ഇവനെ? അടി പിടിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ചോറൊക്കെ ഊറ്റി ഇവിടെ കൊണ്ടുവച്ചു.
ലിബി ഇവിടെ കറി ആയോ നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല വേവുള്ള ഇറച്ചിയാണ്. ആണോടാ? മൂത്ത കോഴിയവനെ നാടൻ കോഴിയല്ലേ മൂത്ത കോഴി. ആണോ? പുതിയൊരു ആളും കൂടെ വന്നിട്ടുണ്ടല്ലോടാ യൂറോപ്പിൽ നിന്ന്. ആന്ന് തോന്നുന്നു. യൂറോപ്യൻ നമ്പർ പ്ലേറ്റ് ലാൻഡ് ക്രൂസ്, പഴയ ലാൻഡ് ക്രൂസിലാട്ടോ പുള്ളി വന്നാക്കണേ. അല്ലേ ലിബിയ? യാ ഗൈസ്, ഈ കാണുന്ന യൂണിക്കോൺ ഉണ്ടല്ലോ, ഇതിന് ഏതാണ്ട് 3 ലക്ഷം നേപ്പാളി മണി ആട്ടോ ഇവിടുത്തെ. 3 ലക്ഷം രൂപയാണ്. അല്ലടാ അങ്ങനെയല്ല നമ്മൾ ചോദിച്ചാൽ പറഞ്ഞത്. ലിറ്റിൽ ബിറ്റ് വിശന്നിട്ടുണ്ടല്ലോ, മനുഷ്യന്റെ കണ്ണ് പോലും കാണുന്നില്ല കേട്ടോ. അല്ലേ ലിബിനെ? ലിബിനെ കണ്ണ് കാണേണ്ട ഇച്ചയും കൂടെ നോക്കിക്കൊണ്ട് വരും. ഇത് വേവ് കൂടി ചിക്കനാണ്. ഏകദേശം 1/2 മണിക്കൂറെങ്കിലും ആകെ ഇത് വേവൂല. ഉറപ്പാണ്. നല്ല ഗ്രേവി ആട്ടോ. ആണോ? സെറ്റാണോ? ഇത് നാടൻ കോഴിയല്ല, എന്നാ കോഴിയാണ്. ആയോ? എന്നാലും ഒരിച്ചിലും കൂടെ വേവാവാനുണ്ട് കേട്ടോ. ഇതേ ഉള്ളു അടിപൊളിയല്ലേ? ഒന്നും കൂടെ വേവാനുണ്ടല്ലേ. അതായത് ഇവിടുത്തെ മെക്കാനിക് ഞങ്ങളോട് വന്ന് പറഞ്ഞു, അതായത് വണ്ടി തരുവാണെങ്കിൽ പുള്ളി പണി തരാം, നാളെ ഇനി ബിസിയാണ്. ഘണ്ടാ മേര പൂര കാം കഥ വകയാ മേ ദിയേക്കാം കൈസ്. അതായത് AC അവിടുത്തെ 3 ഞെട്ടുണ്ടായില്ല, ഒരെണ്ണം പോയിട്ടോ, 2 ഉള്ളൂ. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അവിടെ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊടുക്കണം. ലാൻഡ് ക്രൂയിസർ, പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ മാൻഡ് ട്രക്ക്, അങ്ങനെ എല്ലാം പണിയുന്ന അത്യാവശ്യം നോളജ് ഉള്ള ആൾക്കാരാണ്. നമ്മുടെ വണ്ടി പണിയുന്നതിൽ വലിയ കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ എന്താണ് ഡൈനാമോ കത്തിപ്പോയെന്ന് വെച്ചാല്, നമ്മുടെ AC ഒരു വയറ് കൊടുത്തത് സ്ഥലോട്ടെ പഠിച്ചില്ലായിരുന്നു. ആ ഡയറക്റ്റ് എന്നിട്ട് എർത്തായി, അങ്ങനെ എർത്ത് ഷോർട്ടായി വണ്ടിയും കത്തി. അതാണ് കമ്പം. ഇവിടെ വന്നപ്പോ ഇവൻ കണ്ട അവിടെ തന്നെ പറഞ്ഞു ആ സംഭവക്കാരനാണ്. ഭയങ്കര നോളജ് ഉള്ളതാട്ടോ. അന്നപ്പോ അവൻ വേറെ ഇതിട്ടെടുത്ത് ഓസ് പോലത്തെ സാധനം ഇട്ടിട്ട് വണ്ടി തട്ടാത്തോലും ഇട്ടു. അല്ലേ? മല്ലിയില കഴുകിയതാ, വെള്ളത്തിൽ മുക്കിട്ടോ. സത്യമായിട്ട് ഞാൻ പറയുന്നത്, വെള്ളം മുക്കിയിട്ടാണ്. നമുക്ക് ഫൈനലി ആ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി ഏക്ക് നമ്പർ 1 ആയിട്ടോ. ഗൈസ്, നിങ്ങൾക്കൊരു ഇതുണ്ടാവും, അതായത് നമ്മുടെ കൂടുതലുള്ളവർ എന്താ കൂട്ടാത്ത ഭക്ഷണം കഴിക്കാന്ന്. കുറേ ആൾക്കാർ വെജാട്ടോ, അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ മാറ്റിയിട്ടാക്കുന്നത്. കുറേ ആൾക്കാർ പ്യൂർ വെജാണ്, ഒറീസക്കാരും പ്യൂർ വെജാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റിയിട്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോൺ വെജ് കഴിക്കുന്നുണ്ട്, നമ്മൾ വണ്ടി മാറ്റിയിട്ടു, നമ്മൾ ഈ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നു. അവരൊക്കെ വെജ് മാത്രം കഴിക്കുന്നവരാണ്. അവരെ പാക്കറ്റ് ഫുഡാണ് കൊണ്ടുവരുന്നത്, ചൂടാക്കി കഴിക്കുന്ന പാക്കറ്റ് ഫുഡ്. ഒരാൾ എത്തിയല്ലോ. അതെ, ഈ കാണുന്ന പുള്ളി നമ്മുടെ കുറച്ച് ഗ്രൂപ്പിലുള്ള. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. യെസ്, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ഇവിടെ റെഡി. ഇവിടെ ചോറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചോറും സംഭവം എടുക്കുക, കഴിക്കുക. ഒറ്റ ഇഷ്യൂ അല്ല കേട്ടോ, അത്രയ്ക്കും വിശപ്പാണ്. അല്ലേ ലിബിയ? അതെ, എങ്ങനെയെങ്കിലും ചോറാക്കണം. ഇന്ന് ഇവിടെ ഇവരുടെ പാർട്ടി ഉണ്ട് കേട്ടോ. അതായത് ഞങ്ങൾ ചൈനീസിന് പോകുന്ന എല്ലാവരും കൂടി ഉള്ളൊരു പാർട്ടി. പാർട്ടി എന്ന് വെച്ചാൽ കുറച്ച് ഭക്ഷണം. ഞങ്ങള് സാധാരണ പാർട്ടി പങ്കുചേരൂല, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വരും. വേറെ പരിപാടി ഞങ്ങൾ ആദ്യം പറഞ്ഞു ഞങ്ങൾ കഴിക്കുന്നില്ല, ഞങ്ങൾ അതൊന്നും പ്രതീക്ഷിച്ച് കൂട്ടുണ്ടാണ്. അല്ലേ ലിബിയ? അതെ, വേറെ കാര്യമുണ്ട് ഇവരെ. ഇങ്ങനത്തെ പരിപാടിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം എങ്ങനെയാവും അറിയത്തില്ല. അതെ, ഈ വെള്ളപ്പരിപാടിക്ക് ഞങ്ങൾ അതുകൊണ്ടാണ് നിൽക്കൂലാത്ത കേട്ടോ. നല്ല ഒന്നാന്തരം ചോറാണ്, നല്ല ഒന്നാന്തരം കറിയാണ്. ഇത് കൂട്ടി വേണം കഴിക്കാൻ വേണ്ടി. ഫൈനലി ലിബിയും കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി പോട്ടോ. അത്രയ്ക്കും വിശപ്പാണേ, സഹിക്കാൻ പറ്റാത്ത വിശപ്പ്. അല്ലേ ലിബിയ? ഞങ്ങളെ ചോറിനൊരു ഇച്ചിരി വേവ് കുറഞ്ഞു, അതൊരു യാഥാർത്ഥ്യമാണ്. ഈ സമയത്ത് ഇതൊക്കെ ഇതിന് കിട്ടിയാൽ മതി അല്ലേ? ഇനി കഴിക്കട്ടെ കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇതേ ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെക്കാണ്ട്, കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചു. ഞങ്ങളെ അവിടെ ഏജന്റ് വന്നിട്ടുണ്ട് ഒപ്പിട്ട് കൊടുക്കാൻ. ഇന്നാണ് വിസ സബ്മിഷൻ ഡേറ്റ്. അതൊന്ന് കഴിഞ്ഞിട്ട് വേണം. ശരിക്കും പറഞ്ഞോളാം, എന്നാ പറഞ്ഞേ? സർവീസ് ഒട്ടും പോരുന്നു. ശരിയല്ലേ, അന്നത്തെ ദിവസം തന്നെ അവർ പറയുകയാണ് എല്ലാം ഒപ്പിട്ട് എല്ലാം കൊടുക്കൂലേ. ഇതിലെ വഴി ഇതൊരു റിസോർട്ട് പോലെ കേട്ടോ. ശ്രദ്ധിച്ച് പോകണമെന്ന് മാത്രമല്ല, പല്ലിൻ്റെ എണ്ണം കുറയും. ഒപ്പിടണം കേട്ടോ, എല്ലാവരും ഒപ്പിട്ടില്ല. നാളെ ഒന്ന് കൊടുക്കും. കാണുന്ന മലേഷ്യൻ വണ്ടി ഉണ്ടല്ലോ, ഇത് ചൈനയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പുള്ളി അവിടെ VPN ഒക്കെ ഉപയോഗിച്ചാണ്. ആസ്കിം പുള്ളിയോട് ചോദിക്കാം കേട്ടോ. ഈ നടുക്കിരിക്കുന്ന പച്ചയിട്ട് പുള്ളി മലേഷ്യയിൽ നിന്ന് ചൈന വഴി ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ. WeChat ഉപയോഗിക്കുന്നത്, ഏതാണ് VPN എന്നൊക്കെ. ഓരോരുത്തർക്ക് പുറത്തിറങ്ങി തുടങ്ങി കേട്ടോ. ലിബിയെ എൻ്റെ ഫോൺ എടുക്കാണ്ട് പോയേക്കാം. ഇതാണ് ഏജൻറ്റ് പോവാട്ടോ. ഒപ്പം സാധനങ്ങളൊക്കെ മേടിച്ച് ബൈ 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 ബൈ. ആ മലേഷ്യക്കാരനോട് സംസാരിച്ചു. എണ്ണ അടിക്കണ ഗൈഡ് വേണം, പിന്നെ പാസ്പോർട്ട് വേണം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എല്ലാവരും ഇവിടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഗ്രൂപ്പ്. ഞാൻ എൻ്റെ മെക്കാനിക്കിനെ അത് കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾ കഴിച്ച പാത്രങ്ങളും പിന്നെ ചോറ് വെച്ച സംഭവങ്ങളൊക്കെ ഞങ്ങൾ കഴുകി വെക്കും കേട്ടോ. ഭക്ഷണം വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. കഴുകളാണ് ഏറ്റവും
പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നേക്കാളും വേണം കഴുകി വെക്കുന്നത്. ഞാൻ നമ്മൾ പറഞ്ഞു ഗൈസ് നോക്കൂ, എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം കേട്ടോ. ഓരോന്ന് കഴുകി ഞങ്ങളെ വണ്ടിയുടെ മേളിൽ കയറ്റാനുള്ള പരിപാടി കേട്ടോ. അതാകുമ്പോൾ നമ്മൾ ഈസി ടു നമുക്ക് ടേക്കാണ്. അതായത് വണ്ടിയുടെ മേളിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടല്ലോ, ആ ബോക്സിലേക്ക് സംഭവങ്ങളെല്ലാം വെക്കുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ഐഡിയ കേട്ടോ. നമ്മൾ വെച്ച കറിയെല്ലാം ഞങ്ങൾ എടുത്തു വെക്കാം കേട്ടോ. ചോറ് ഓൾറെഡി ഞങ്ങൾ എടുത്തു വെച്ചു. ഇനി എന്നിട്ട് ഇത് ഓരോന്ന് കഴുകി ഓരോന്ന് അതിൻ്റെതായ സ്ഥലത്ത് വെക്കണം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് നാളെ രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാം. നോ ടെൻഷൻ അല്ലേ ലിവിയെ? അതെ, നമുക്ക് നാളെ കുറ്റിയാകുമ്പോഴത്തേനും കഴിക്കാൻ വേറെ ഒന്നും നമുക്ക് തപ്പണ്ടല്ലോ. അതെ വലിച്ചു പോകാതിരുന്നാൽ മതി. എന്നിട്ട് ഇത് പുറത്ത് വെക്കാട്ടോടാ, ഉള്ളി വെക്കണ്ട. ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വെക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങ് ദൂരെ ആ കാണുന്ന നമ്മുടെ വണ്ടി കിടന്നത് ഇവിടെ. അവിടെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഉള്ളത്. ഇവിടെയാണ് നമ്മളെ വണ്ടി കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് ആ പണി എടുക്കാൻ വേണ്ടി കേട്ടോ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവനോട് ചോദിക്കണം ഏത് വശത്താണ് വെക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഒരു പുള്ളി ഞങ്ങളുടെ കൂടുതലുള്ള ആ പുള്ളിയുടെ വണ്ടികൾ അത്യാവശ്യം സർവീസും കാര്യങ്ങളും ചെയ്യിക്കുക കേട്ടോ. ഗൈസ്, ഞങ്ങൾ അവിടെ കൊണ്ട് വണ്ടി ഇട്ടേ. അപ്പോൾ അവിടുന്ന് അവർക്ക് നോക്കാൻ പറ്റില്ല, അടി കിടക്കാൻ. നമ്മുടെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ ഫ്രണ്ട് കുറവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറ്റാൻ മതി. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ കട്ടിങ് വെച്ച് ഫ്രണ്ട് ഇച്ചിരി പൊങ്ങി കിടക്കുക. അപ്പോൾ ഇങ്ങോട്ട് നേരെ കയറ്റി കേട്ടോ. രണ്ടുമൂന്ന് പിന്നെ ഞാൻ ആ വെള്ളത്തിൻ്റെ സാധനം തൊട്ട് കഴിഞ്ഞില്ല. അത് നമ്മൾ ടേപ്പിലെ ചുറ്റി വെച്ചാക്കുന്നത്. അപ്പോൾ മാറാ കുട്ടപ്പ. ഓ ഗൈസ്, ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് എ സിക്ക് ആ സാധനം ബോൾട്ടും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ഉറപ്പ് വരുത്തിട്ട് വാങ്ങി യൂറോപ്പിലോട്ട് പോവുകയാണെങ്കിലേ കളക്ഷൻ കിടപ്പേ അവരുടെ ഡോറാണ് അങ്ങോട്ട് മെക്കാനിക്കുമെന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ്, പിന്നെ ഈ സെൻട്രൽ ലോക്ക് ശരിയാക്കുവാണ്. ഈ സെൻട്രൽ ലോക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ? എന്നെ ഫ്രീ ആയിട്ട് ഇട്ട് നോക്കിയാൽ നമുക്ക് എന്നെ പറ്റി തന്നെ അതിൻ്റെ ആ സാധനം ഇപ്പം കറക്റ്റായി. ഇനി സെൻട്രൽ ലോക്ക് ചെയ്തടാ ചേട്ടാ. നെറ്റ് ആ ലൂസായിപ്പോയതാ ചെയ്തേ. പോയോ ലോക്ക് എൻ്റെ ആയോ? നോക്കി, ഈ സാധനം നമുക്ക് മസ്റ്റാ കേട്ടോ. അല്ല നമ്മൾ കൂട്ടിയില്ല ഒന്ന് മറന്നു പോകും. എന്നെ ലൂസായി കൊടുക്കുക. അല്ലടാ ആ എന്നിട്ട് ഇവിടുത്തെ ചേട്ടനെ ഈ സാധനം പൊക്കി വിടുക കേട്ടോ. ഈ സാധനം ശരിക്കും ഒരു മേടിക്കും. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം മേടിക്കണം. ഞങ്ങളുടെ വണ്ടിക്ക് കുറച്ച് പണികൾ ബാലൻസ് ഉണ്ട് കേട്ടോ. ആ പണികൾ ഞങ്ങൾ തന്നെ, അതായത് നമ്മൾ ഈ കണ്ടിന്യൂസ് 5 ദിവസം ഓടി പറിച്ച് വന്നുകൊണ്ട് അവിടെയൊക്കെ കുറച്ച് കുലുക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളിത് പല സ്ഥലങ്ങളിൽ അയച്ചു നോക്കി. അവസാനം കുലുക്കം എടുത്ത് കണ്ടുപിടിച്ചു കഴിച്ച് നോക്കാം. അപ്പോൾ അതൊക്കെ ഇന്ന് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് തീർക്കട്ടെ കേട്ടോ. ഇന്നും നാളെയും കിട്ടിയ ഗ്യാപ്പ് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അല്ലേ ലിപിയെ? നാളെ ഡൈനാമോയുടെ പണി അവൻ എടുക്കുന്നില്ലേ? എടുക്കുന്നുണ്ട്, താഴെ എടുക്കുന്നുണ്ട്. ആ ബെൽറ്റ് അടിക്കണേ പിന്നെ അവിടെ കാണാൻ സൗണ്ട്, അതിൻ്റെ സൗണ്ടാണ് ഇതൊക്കെ. ഇതാ പിന്നെ ലൂസായി ഒന്ന് ടൈറ്റായി കൊടുത്താലോ? ഇതായിരുന്നു കേട്ടോ, അതാ അടിച്ചോണ്ടിരുന്നേ അല്ലേ? ഗൈസ്, നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വിദേശികൾക്ക് യാത്ര എവിടുന്ന പൈസ എന്നുള്ളത്. ഞങ്ങളിപ്പോൾ 2-3 പേരോട് സംസാരിച്ച് പറഞ്ഞ് അവർക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു, അവർക്ക് പെൻഷൻ കിട്ടും ഒരു യാത്ര. ഞങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, ഞങ്ങൾ അന്വേഷിക്കാൻ ആളുണ്ട് അല്ലേ? കറക്റ്റായിട്ട് അവിടെ ചെന്നില്ല പൊക്കിക്കൊണ്ട് പോകും. പെൻഷൻ വെച്ച പോലും യാത്ര. പെൻഷൻ വെച്ച് നമുക്ക് പെൻഷൻ ഒന്നുമില്ല, 6 മാസം ഒരിക്കലും ഹാജരാവണമെന്നുള്ളൂ അല്ലേ? ഞങ്ങള് എവിടെ പോയാലും നമ്മൾ എവിടെ പോയാലും സുരക്ഷിത. ഏതാ അതിവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു? ഇല്ല അതതിൻ്റെ. ഇനി ഞാൻ ക്ലാസ് മേലോട്ടും താഴോട്ടും പോകുന്നുണ്ടോ നോക്കി. ഇതിലടിയിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ നോക്കി? ഉണ്ടോ? അതൊക്കെ നോക്കിയേ. ആയാ ആ ഉച്ചേനെ വരുന്നത് നോക്കൂ. ഫൈനലി നമ്മുടെ വണ്ടിയുടെ പരിപാടികളോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എ സിയുടെ കംപ്രസർ ഒരു അതിൻ്റെ ഒരു ഞെട്ടുള്ളി പൊട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതേപോലെ മറ്റേ സാധനത്തിൽ ഇട്ടിട്ട് താഴെ ചൂടാക്കി എടുത്തു. അങ്ങനെ ചെയ്ത് തിരിച്ച് കയറ്റിയ പരിപാടി ഏകദേശം അടിയിൽ നിന്ന് ഇപ്പം കയറ്റാൻ പറ്റും. ഊരി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞാട്ടോ. ഇപ്പോൾ ഇവരുടെ ഒരു പാർട്ടി ഉണ്ട് അവിടെ, പാർട്ടി നടക്കും. അതായത് ഞങ്ങൾ ചൈനയ്ക്ക് വന്ന എല്ലാവരും പാർട്ടി. വണ്ടി ലോക്കായി നോക്കിയടാ. ലോക്ക് വർക്കാവും. ലോക്കല്ലേ? തുറന്ന് തുറന്ന് കാണും. നോക്കട്ടെ. പക്ഷേ അടക്കടാ. ഓക്കെ. ഗൈസ് നോക്കും, അവിടെ ചൈനയ്ക്ക് പോകുന്ന എല്ലാവരും പാർട്ടി കേട്ടോ. അപ്പം മദ്യപാനമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഞങ്ങൾ പങ്കെടുക്കുകയില്ല. അതിനുമ്പോൾ ഞങ്ങളിങ്ങ് വരും. ജസ്റ്റ് അവിടെ നിന്ന് മോൻ കാണിച്ചിട്ട് ഞങ്ങളിങ്ങ് വരും കേട്ടോ.